ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 NMMS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാർബിൾ ഈസ് യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ. ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ മാർബിൾ ആർ. അല്ലെ, നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് മാർബിൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്? ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മാർബിൾ എന്നുള്ള കോമ്പൗണ്ടിൽ ഏതൊക്കെ എലമെന്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കിയേ. കാൽഷ്യം, കാർബൺ ആൻഡ് ഹൈഡ്രജൻ, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി കാൽഷ്യം, കാർബൺ ആൻഡ് ഓക്സിജൻ. ഓപ്ഷൻ സി കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓപ്ഷൻ ഡി ക്ലോറിൻ, കാർബൺ ആൻഡ് ഓക്സിജൻ. അല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ മാർബിൾ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലില് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് അല്ലെ എന്താണ്? CaCO3, കാൽഷ്യം കാർബണേറ്റ്. നമ്മൾ മാർബിൾ കണ്ടെയ്ൻ ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലെ. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ എലമെന്റ്സ് ആണ് അതിലുള്ളത്? കാൽഷ്യം, കാർബൺ, ഓക്സിജൻ. അപ്പോ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കാൽഷ്യം, കാർബൺ ആൻഡ് ഓക്സിജൻ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എ പീസ് ഓഫ് സോഡിയം ഈസ് പുട്ട് ഇൻ വാട്ടർ, ദ റിസൾട്ടന്റ് സൊല്യൂഷൻ വിൽ ബി. അല്ലെ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ചെറിയ കഷ്ണം സോഡിയം എന്ത് ചെയ്യുക? വെള്ളത്തിലേക്ക് ഇടുക. അല്ലെ, അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാല് ആ കിട്ടുന്ന റിസൾട്ടന്റ് സൊല്യൂഷൻ അല്ലെ, നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ആ സൊല്യൂഷന്റെ സ്വഭാവം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കറിയാം സോഡിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റൽ ആണ് അല്ലെ. മെറ്റല് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത നോർമലി എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് പുറത്തുവിടും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സോഡിയം പ്ലസ് H2O എന്തായിരിക്കും? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വിടും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് NaOH എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബേസ് ആണ് അല്ലെ. അതായത് ക്ഷാര സ്വഭാവമുള്ള ലായനി ആയിരിക്കും, അല്ലെങ്കിൽ ബേസിക് നേച്ചർ ഉള്ള ഒരു ലായനി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന എന്തായിരിക്കും? ബി, ബേസിക് അല്ലെ. ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് മോളിക്യൂൾസ് കണ്ടെയ്ൻ 3 ആറ്റം. അല്ലെ, നിങ്ങൾക്ക് 4 ഓപ്ഷൻ ആയിട്ട് എന്തുണ്ട്? മോളിക്യൂൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. അതിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് നിങ്ങളുടെ ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കുക, ക്ലോറിൻ എന്ന് പറയുന്നത് Cl2 ആയിരിക്കും വരിക. ക്ലോറിൻ മോളിക്യൂൾ അല്ലെ. അപ്പൊ അവിടെ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം ഉണ്ട്. അപ്പൊ എന്തല്ല? ഫസ്റ്റത്തതല്ല. സെക്കൻഡ് വന്നിട്ട് നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ നമുക്കറിയാം H2 അല്ലെ. 2 ഹൈഡ്രജൻ ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പൊ അതുമല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കേ, ഓസോൺ എന്ന് പറയുന്നത് O3 എന്നാണ് എന്ത് ചെയ്യുക? അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത്. അപ്പൊ O3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 3 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു O3 മോളിക്യൂൾസ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? 3 ആറ്റംസ് കാണിക്കുന്ന മോളിക്യൂൾ അല്ലെ. അപ്പൊ 3 ആറ്റംസ് കാണിക്കുന്ന മോളിക്യൂൾ ആരാണ്? ഓസോൺ. ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളിവിടെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെയിം ദ മെറ്റൽ അലോയ് വിച്ച് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്. അതായത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ ലോഹ സങ്കരം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നോർമലി പഠിക്കുന്ന ലോഹ സങ്കരങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്, ബ്രോൺസ്, ബ്രാസ് അല്ലെ, അൽനിക്കോ, നിക്രോം. ഇതിന്റെയൊക്കെ പർപ്പസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് അറിയാം. ബ്രോൺസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബ്രാസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതാണ്? പോട്ട്സ് അല്ലെ. അതുപോലെ തന്നെ വിഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോൺസും ബ്രാസും ഉപയോഗിക്കുന്നത്. പിന്നെ അയൺ എന്ന് പറയുന്നത് എന്തല്ല? അലോയി അല്ല, അതൊരു മെറ്റൽ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ അൽനിക്കോ അല്ലെ.
അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ എന്ന് പറയുന്ന മെറ്റൽസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? അൽനിക്കോ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ അൽനിക്കോന്റെ പർപ്പസ് എന്താണ്? പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അൽനിക്കോ എന്ന് പറയുന്ന അലോയ് എടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അതിന്റെ ആൻസർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിച്ച് എലമെന്റ് ഗെറ്റ്സ് ഇറ്റ് സിമ്പിൾ ഫ്രം ദ ലാറ്റിൻ വേർഡ് സ്റ്റിബിയം. അതായത് സ്റ്റിബിയം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് അല്ലെ പേരെടുത്തിട്ടുള്ള എലമെന്റ് ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തത് ആന്റിമണി, ബി സെലീനിയം, സി സിലിക്കൺ, ഡി ടിൻ. അതില് ആന്റിമണി എന്ന എലമെന്റിന്റെ ലാറ്റിൻ വേർഡ് ആണ് സ്റ്റിബിയം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നോർമലി പഠിക്കാനുള്ളത് നമുക്കറിയാം, സോഡിയത്തിന്റെ ലാറ്റിൻ നെയിം എന്താണ്? നാട്രിയം. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നെയിം എന്താണ്? കാലിയം അല്ലെ. അതുപോലെ തന്നെ കോപ്പറിൻ്റെത് കുപ്രം, അയേണിൻ്റെത് ഫെറം, അതുപോലെ തന്നെ നമ്മുടെ മെർക്കുറിയുടെ വന്നിട്ടുള്ളത് ഹൈഡ്രാർഗിയം. ഓക്കെ, ഇത്രയും ലാറ്റിൻ നെയിംസ് നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ സ്റ്റിബിയം എന്ന് പറയുന്നത് ആന്റിമണി എന്നുള്ള എലമെന്റിന്റെ ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് മിക്സ്ചേഴ്സ് cannot be separated by sublimation അല്ലെ. സബ്ലിമേഷൻ അതായത് ഉത്പാദനം എന്ന പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത മിശ്രിതങ്ങൾ ഏത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് എന്ത്? സബ്ലിമേഷൻ അല്ലെ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന മിക്സർ എന്ന് പറയുമ്പോൾ 2 ആളുണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ എന്തായിരിക്കണം? സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന ആളായിരിക്കണം. മറ്റേ ആൾ എന്ത് ചെയ്യരുത്? സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കരുത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ ക്യാംഫർ പ്ലസ് കോമൺ സാൾട്ട് അല്ലെ. ക്യാംഫർ എന്ന് പറയുന്നത് സബ്ലിമൈസ് ചെയ്യുന്ന ഒരു ആളാണ്. പക്ഷെ കോമൺ സാൾട്ട് എന്തല്ല? സബ്ലിമേഷൻ കാണിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം? ക്യാംഫറും കോമൺ സാൾട്ടും സബ്ലിമേഷൻ എന്ന പ്രോസസ്സ് വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇതല്ല അല്ലെ. ഇനി രണ്ടാമത്തെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നാഫ്തലിൻ പ്ലസ് സാൻഡ്. നാഫ്തലിൻ എന്ന് പറഞ്ഞ എന്താണ്? സബ്ലിമേഷൻ കാണിക്കുന്ന ഒരാളാണ്. സാൻഡ് എന്ന് പറയുന്നത് എന്തല്ല? സബ്ലിമേഷൻ കാണിക്കാത്തൊരു വസ്തുവാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷനും എന്തല്ല? നമുക്ക് സബ്ലിമേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ നമ്മുടെ ആൻസർ വരുന്നത് അതാണോ? അല്ല. ഇനി നിങ്ങൾ മൂന്നാമതായിട്ട് നോക്കിക്കേ, അയോഡിൻ പ്ലസ് അമോണിയം ക്ലോറൈഡ് അല്ലെ. ഈ അയോഡിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്താണ്? സബ്ലിമേഷൻ കാണിക്കും. അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസും എന്തിന് എക്സാമ്പിൾ ആണ്? സബ്ലിമേഷൻ കാണിക്കുന്ന വസ്തുക്കൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സബ്ലിമേഷൻ എന്ന ഒരു പ്രോസസ്സ് വഴി ഇവയെ രണ്ടിനും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? സി ആണ് ആൻസർ. അതുപോലെ തന്നെ നിങ്ങൾ ഡി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഡ്രൈ ഐസ് പ്ലസ് അയൺ ഫില്ലിങ്സ് അല്ലേ. അതുപോലെ എന്താ നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറഞ്ഞ എന്താണ്? സബ്ലിമേഷൻ കാണിക്കുന്ന ആളാണ്. ഇരുമ്പ് ചീളുകൾ അല്ലേ, സബ്ലിമേഷൻ കാണിക്കില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മിക്സർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സബ്ലിമേഷൻ വഴി വേർതിരിക്കാനായിട്ട് പറ്റും. നമ്മളോട് ചോദിച്ചിട്ടുള്ള സബ്ലിമേഷൻ വഴി വേർതിരിക്കാൻ പറ്റാത്ത മിക്സേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു സി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വേണം നോക്കാനായിട്ട്. ഓക്കെ, അപ്പൊ സി ആണ് നമ്മുടെ ഓപ്ഷൻ. അപ്പൊ നമ്മളിപ്പോ 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ആൻഡ് വൈ ഇൻ ദ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ വിൽ ബി അല്ലെ. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഇക്വേഷനിലെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 3Cl2 പ്ലസ് XKOH gives YKClO3 പ്ലസ് 5KCl പ്ലസ് 3H2O. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ 5
പൊട്ടാസ്യം ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ 5 ക്ലോറിൻ ഉണ്ട്, ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്, 3 ഓക്സിജൻ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ട്, 6 ക്ലോറിൻ ഉണ്ട്. ഓക്കെ, 6 ക്ലോറിൻ ഉണ്ട്. ഇവിടെ നോക്കി എത്ര ഉണ്ട്, 5 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിയാക്ടൻസിൽ എലമെന്റ്സ് എത്ര ഉണ്ട് അത്ര തന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രൊഡക്റ്റിലും ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സിനും വൈനും ഏതൊക്കെ വിലകൾ കൊടുത്താലാണ് ഇക്വേഷൻ ബാലൻസ് ആവുക എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പൊട്ടാസ്യം ഉണ്ട്, 5 ക്ലോറിൻ അല്ലേ, 6 ഹൈഡ്രജൻ, 3 ഓക്സിജൻ. അപ്പോൾ ഇവിടെ എക്സിനും വൈക്കും ഏതൊക്കെ വാല്യൂ കൊടുത്താലാണ് രണ്ട് സൈഡും എന്ത് ചെയ്യുന്നത്, നമ്മുടെ എലമെന്റ്സ് അല്ലെ, എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ആറ്റംസിന്റെ നമ്പർ സെയിം ആവുന്നു എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ നമ്മൾ പറഞ്ഞു 5 Cl അല്ലെ. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ക്ലോറിൻ ഉണ്ട്, 6 ക്ലോറിൻ ആണ് ടോട്ടൽ എവിടെ ഉള്ളത്, നമ്മുടെ റിയാക്ടൻസിൽ ഉള്ളത്. അപ്പൊ പ്രോഡക്റ്റിൽ എന്ത് ചെയ്യണം, 6 ക്ലോറിൻ വേണം. അപ്പൊ ഇവിടെ 5 ക്ലോറിനേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 1 ക്ലോറിൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വൈന്റെ സ്ഥാനത്ത് y = 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റിയാക്ടൻസിലെയും പ്രോഡക്ട്സിലെയും ക്ലോറിന്റെ എണ്ണം തുല്യമായി അല്ലേ. അത് നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടോ, ഉണ്ട്, 1 എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി അടുത്തത് വന്നിട്ടുള്ള എക്സ് 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എക്സ് എന്നുള്ള x = 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ്ഡ് ആയി. നിങ്ങൾ നോക്കിയേ, 3Cl2. ഓക്കെ, അപ്പൊ നമ്മൾ 6 and 1 x = 6 എന്ന് കൊടുത്താലും അതുപോലെ തന്നെ y = 1 എന്ന് കൊടുത്താലും ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 3Cl2 പ്ലസ് എക്സിന്റെ വാല്യൂ 6KOH അല്ലേ ഗീവ്സ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 6 ക്ലോറിൻ ഉണ്ട് അല്ലെ, 6 ക്ലോറിൻ ഉണ്ട്, 6 പൊട്ടാസ്യം ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട് എന്ന് പറയാം. ഇനി = വൈൻ്റെ അവിടെ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ KClO3 പ്ലസ് 5KCl പ്ലസ് 3H2O. ഓക്കെ, അപ്പൊ ഇത്രയും 6 ക്ലോറിൻ എവിടെ വേണം, ഇവിടെ വേണം അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 5 ക്ലോറിൻ, ഇവിടെ 1, അപ്പോൾ ഇവിടെ 6 ക്ലോറിൻ, ഇതൊക്കെയാണ്. ഇനി 6 പൊട്ടാസ്യം അല്ലേ, പൊട്ടാസ്യം 5 ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ 1 ഇവിടെ ഉണ്ട്, അപ്പൊ 6 പൊട്ടാസ്യം, അതും കറക്റ്റായി. ഇനി നമുക്ക് എന്താണ്, 6 ഓക്സിജൻ വേണം അല്ലേ. അപ്പോൾ 3 ഓക്സിജൻ ഇവിടെ ഉണ്ട്, 3 ഓക്സിജൻ ഇവിടെ ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യും, 6 ഓക്സിജൻ ആയി. ഇനി അതുപോലെ നമുക്ക് 6 ഹൈഡ്രജൻ വേണം അല്ലേ. അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ 6 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ 6 and 1 അല്ലെ, x = 6ഉം y = 1ഉം കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായി, ബാലൻസ് ആയി. അപ്പോൾ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിയാക്ടൻസിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടോ അത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെ എവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ പ്രോഡക്റ്റിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് C ആണ്, നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 7 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, വിച്ച് എമംഗ് ദ ഫോളോയിങ് മെറ്റൽസ് ആർ ലെസ് ഡെൻസ് ദാൻ വാട്ടർ അല്ലേ. വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ മെറ്റൽസ് ഏതൊക്കെയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട് ലിഥിയം, അതുപോലെ തന്നെ സോഡിയം, പൊട്ടാസ്യം അല്ലേ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറഞ്ഞ എലമെന്റ്സ് എന്താണ്, പൊതുവെ ലോ ഡെൻസിറ്റി എലമെന്റ്സ് ആണ് അല്ലേ. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറഞ്ഞത് നമ്മുടെ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിലും ലെസ് ഡെൻസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻസ് നോക്കിയേ, A ലിഥിയം, B സോഡിയം, C പൊട്ടാസ്യം, D ഓൾ ദി എബവ് അല്ലേ. അപ്പൊ നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത്, ഓൾ ദി എബവ് അല്ലേ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താണ്, വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് D ആണ്, നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഓൾ ദി എബവ് അല്ലേ. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലതും എന്താണ്, നമ്മുടെ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, വിച്ച് എമംഗ് ദ മെറ്റൽസ് പോസസ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ തന്നിരിക്കുന്നത് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്ന മെറ്റൽ ഏതൊക്കെയാണ് എന്നാണ്. ഓപ്ഷൻ A അലുമിനിയം, ഓപ്ഷൻ B ഗാലിയം, ഓപ്ഷൻ C ടിൻ,
ഓപ്ഷൻ ഡി സിങ്ക്. ഈ 4 ഗാലിയം ആണ് എന്ത് ചെയ്യുന്നത്, ലോ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നത്. ലോ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്ന മെറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കണം? ഇറ്റ്സ് ഗാലിയം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് കുക്കിംഗ് യൂട്ടൻസിൽസ്? അല്ലേ, നമ്മൾ അടുക്കളയിലും മറ്റും ഉപയോഗിക്കുന്ന, അല്ലേ, കുക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന കുക്കർ, അതുപോലുള്ള പാചക പാത്രങ്ങളുടെ പിടി, അല്ലേ, നമ്മൾ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഏത് മെറ്റീരിയൽ ആണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബേക്കലൈറ്റ്, ഓപ്ഷൻ ബി നൈലോൺ, ഓപ്ഷൻ സി PVC, ഓപ്ഷൻ ഡി ടെഫ്ലോൺ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അല്ലേ പാചക പാത്രങ്ങളുടെ പിടിയായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹീറ്റ് റെസിസ്റ്റന്റ് ആയിരിക്കണം. അല്ലേ, എന്ത് ചെയ്യരുത്, നമ്മൾ താപത്തെ കടത്തിവിടാനായിട്ട് പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലേ, അപ്പൊ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്ന ആളാണ് ബേക്കലൈറ്റ്. ഓക്കെ, അപ്പൊ ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബേക്കലൈറ്റിന് മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ സ്വിച്ചസിലും മറ്റും ഉപയോഗിക്കുന്ന എന്താണ്, അതൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബേക്കലൈറ്റ് ആണ്. ഓക്കെ, ഹീറ്റ് റെസിസ്റ്റൻസും ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റീനെയും എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ബേക്കലൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് എമംഗ് ദീസ് കെമിക്കൽ റിയാക്ഷൻ പ്രൊഡ്യൂസസ് എ വൈറ്റ് കളേർഡ് പ്രോഡക്റ്റ്? നിങ്ങൾക്ക് 4 റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 റിയാക്ഷനിൽ അല്ലേ റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിൽ ഏതിനൊക്കെയാണ് വൈറ്റ് കളർ ഉള്ളത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ KCl AgNO3 ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് AgCl കിട്ടും. ഓക്കെ, ഈ AgCl എന്ന് പറഞ്ഞത് ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അല്ലേ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? കാൽഷ്യം കാർബണേറ്റ്. ഈ കാൽഷ്യം കാർബണേറ്റിന്റെ കളർ എന്താണ്? ഇറ്റ്സ് വൈറ്റ് കളർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാകുന്ന മെഗ്നീഷ്യം ഓക്സൈഡിനും എന്ത് കളറാണ്? വൈറ്റ് കളറാണ്. അല്ലേ, നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്തൊക്കെയാണ്? ഇതിൽ ഈ റിയാക്ഷനിൽ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ കളർ വൈറ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നാ. ഈ ലാസ്റ്റത്തെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? ഇവിടെ കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. എന്താണ്? ബ്ലാക്ക് കളറാണ്. അപ്പൊ ഈ 4ാമത്തെ റിയാക്ഷൻ ഒഴികെ ബാക്കി 3ന്റെയും പ്രോഡക്റ്റ് കിട്ടുന്ന എന്ത് കളറാണ്? വൈറ്റ് കളറാണ്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെ, 1, 2, 3. അപ്പോൾ 1, 2, 3 ഓൺലി എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ സി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ദ മെറ്റൽസ് കോപ്പർ, മെർക്കുറി, അയൺ, അലുമിനിയം ആൻഡ് ടിൻ. അതായത് ഇത്രയും ലോഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെ, തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഓൾ ഓഫ് ദം ആർ സൊണോറസ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് സാധാരണ താപനിലയിൽ ഇവയെല്ലാം സൊണോറിറ്റി പ്രദർശിപ്പിക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത് അലുമിനിയം ഈസ് നോട്ട് കൊറോഡഡ് കംപ്ലീറ്റ്ലി അറ്റ് റൂം ടെമ്പറേച്ചർ. സാധാരണ താപനിലയിൽ എന്ത് ചെയ്യും? അലുമിനിയം പൂർണ്ണമായും ലോഹനാശനത്തിന് വിധേയമാകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബോത്ത് ടിൻ ആൻഡ് കോപ്പർ ആർ മാലിയബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ. അല്ലേ, സാധാരണ താപനിലയിൽ കോപ്പർ, ടിന്ന് തുടങ്ങിയ ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. അടുത്തത് കോപ്പർ ഈസ് ആഡഡ് ടു ഗോൾഡ് വൈൽ മേക്കിംഗ് ഗോൾഡ് ഓർണമെന്റ്സ്. നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് സ്വർണത്തോടൊപ്പം നമ്മൾ ആരെ ചേർക്കാറുണ്ട്? കോപ്പറിനെയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും, കോപ്പറിനെയും കൂടെ ആഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ആൻസർ ഇതല്ല. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ്. ഇനി സി നോക്കിക്കഴിഞ്ഞാൽ
ടിൻ ആൻഡ് കോപ്പർ ആർ മാലിയബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ അല്ലേ? സാധാരണ ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിന്ന് കോപ്പറിനെയൊക്കെ അടിച്ചു പരത്താനായിട്ട് പറ്റും. അത് ലോഹങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി. അതും കറക്റ്റ് ആണ്. നമ്മുടെ ആൻസർ എന്തല്ല? അതല്ല. ഇനി അലുമിനിയം ഈസ് നോട്ട് കൊറോഡഡ് കംപ്ലീറ്റ്ലി അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ അലുമിനിയം എന്ത് ചെയ്യുന്നില്ല? കംപ്ലീറ്റ് ആയിട്ട് കൊറോഡ് ചെയ്യുന്നില്ല. അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് അതുമല്ല അല്ലെ? സ്വാഭാവികമായിട്ടും നമ്മുടെ ആൻസർ വരുന്നത് എ ആയിരിക്കും. എന്താ നിങ്ങൾക്ക് അതിൽ കൊടുത്തിട്ടുള്ളത്? ഓൾ ഓഫ് ദം ആർ സോണോറസ് അറ്റ് റൂം ടെമ്പറേച്ചർ. എല്ലാ മെറ്റൽസും സോണോറസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോർമലി എല്ലാ മെറ്റൽസും എന്ത് കാണിക്കും? സോണോറിറ്റി കാണിക്കും. പക്ഷെ ഇവിടെ തന്നതിൽ നമുക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട്, മെർക്കുറി. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു മെറ്റലാണ് ആര്? മെർക്കുറി. ഓക്കെ, അപ്പൊ മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് സൗണ്ട് പുറപ്പെടുവിപ്പിക്കോ? ഇല്ല. സോ സോണോറിറ്റി ആര് കാണിക്കൂല? മെർക്കുറി റൂം ടെമ്പറേച്ചറിൽ കാണിക്കില്ല. അപ്പൊ റോങ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇങ്ങനെ വേണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ കെമിക്കൽ ചേഞ്ചസ് അല്ലേ? താഴെ തന്നിട്ടുള്ളതിൽ കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ, അതായത് രാസമാറ്റത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ എന്നാണ് നിങ്ങളോട് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇലക്ട്രോപ്ലേറ്റിംഗ്, സെക്കൻഡ് ഫോട്ടോസിന്തസിസ്, 3 റസ്റ്റിംഗ്, 4 ഡീക്കേയിങ് ഓഫ് ഫ്രൂട്ട്സ്. ഈ 4 എന്തിന് എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു റിയാക്ഷൻ നടത്തുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് അല്ലെ? റസ്റ്റിംഗ്, ലോഹങ്ങൾക്ക് നാശം സംഭവിക്കുക ആരുടെ പ്രസൻസിലാണ്? ഓക്സിജന്റെ പ്രസൻസിലാണ്. അതുപോലെ ഡീക്കേയിങ് ഓഫ് ഫ്രൂട്ട്സ് ഡീക്കേ ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു ടൈപ്പ് ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഈ 4ഉം എന്താണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഓപ്ഷന് കൊടുത്താൽ നോക്കിയേ, ഓപ്ഷൻ ഡി 1, 2, 3, 4 അല്ലെ? ഈ 4 എന്തിന് എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഇന്ന് മൊത്തം 13 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പോൾ NMMS എക്സാമിന് 2023 13 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്? നമ്മുടെ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും എങ്ങനെയാണ് ആൻസേഴ്സ് വന്നിട്ടുള്ളതൊക്കെ നോക്കി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.